ഭാരതീയ ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. പട്ടികജാതി ഫണ്ടിൽ നിന്നും 500 കോടി രൂപ വെട്ടിക്കുറച്ചത് കാരണം പട്ടികജാതി വർഗ വിഭാഗങ്ങൾ ദുരിതത്തിലാകുമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഭാരതീയ ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ദളിതരുടെ 1 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളുന്നത് നിർത്തലാക്കി. അവരുടെ പ്രത്യേക ഭവന നിർമ്മാണം ഇല്ലാതാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല. വാത്സല്യനിധി പദ്ധതി നിർത്തലാക്കി. അംബേദ്കർ കോളനികളുടെ വികസന പ്രവർത്തനങ്ങൾ തുക വെട്ടിക്കുറച്ചതിലൂടെ അവതാളത്തിലാകും. ഇതിനെതിരെ ശക്തമായി കോൺഗ്രസ് പാർട്ടി പ്രതികരിക്കുമെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ് മൈതാനിൽ നിന്ന് ആരംഭിച്ച പന്തംകൊളുത്തി പ്രകടനം KSRTC ജംഗ്ഷൻ വഴി ചിന്നക്കടയിൽ സമാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലവും കത്തിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ CK രവീന്ദ്രൻ, കുണ്ടറ സുബ്രഹ്മണ്യം, പട്ടത്താനം സുരേഷ്, ജില്ലാ ഭാരവാഹികളായ മുഖതല ഗോപിനാഥൻ, മധുപാറയിൽ J രവീന്ദ്രൻ, സോളമൻ കരവാളൂർ, പത്മലോചനൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.